ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വയറ് നിറച്ച് ചോറുണ്ണാൻ പാകത്തിന് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു വറുത്തരച്ച സാമ്പാറാണ്. ഈ സാമ്പാറിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതേപോലെ അധികം സമയമൊന്നും വേണ്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കൂടാതെ തുടക്കക്കാർക്കും വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്കിവിടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായിട്ട് ആദ്യം തന്നെ തേങ്ങ വറുത്തരച്ചെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ സാധാരണ ജീരകം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ചിരകിയ തേങ്ങ, 1 തണ്ട് കറിവേപ്പില, 5 ചെറിയ ഉള്ളി. ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിലൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്തെടുത്ത തേങ്ങയുടെ കളറൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട്. തേങ്ങയുടെ കളർ ഏകദേശം ഈ ഒരു കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഒരു 2 മിനിറ്റ് ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ തേങ്ങ എടുത്ത് മാറ്റി ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചൂടാറിന് ശേഷം നമുക്ക് മിക്സിയിൽ നിന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അടുത്തായിട്ട് സാമ്പാറിലേക്കുള്ള വെണ്ടയ്ക്കൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ടൊരു പാത്രത്തിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അരിഞ്ഞെടുത്ത വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് സ്റ്റവിൻ്റെ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് പോയി കിട്ടാനും അതേപോലെ വെണ്ടയ്ക്ക ഉടയാതെ കിട്ടാനുമാണ് നമ്മൾ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക് ഫ്രൈ ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇവിടുന്ന് എടുത്തു മാറ്റാം. അടുത്തായിട്ടൊരു കുക്കറിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത 1/4 കപ്പ് മസൂർ ദാൽ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തത് മസൂർ ദാൽ ആയതുകൊണ്ട് പച്ചക്കറികളെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് വിസിലടിച്ചെടുത്താൽ മതി. നമ്മൾ തൂരപ്പരിപ്പാണ് ഈ സാമ്പാറിലേക്ക് ഇടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തൂരപ്പരിപ്പ് ഇട്ട് ഒരു വിസിലടിച്ചെടുത്തതിന് ശേഷം മാത്രമേ അതിലേക്ക് പച്ചക്കറികളൊക്കെ ഇടാൻ പാടുള്ളൂ. എന്നാലാണ് അതിൻ്റെ വേവ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചക്കറികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്ത മുരിങ്ങക്കോല്, നിങ്ങൾ തന്നെ കട്ട് ചെയ്തെടുത്ത നേന്ത്രക്കായ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച വെണ്ടയ്ക്ക, നിങ്ങൾ തന്നെ കട്ട് ചെയ്തെടുത്ത 1/2 സബോള, 2 പച്ചമുളക് നിങ്ങൾ തന്നെ കീറിയിട്ട് കൊടുക്കാം. സാമ്പാറിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം എപ്പോഴും ഏകദേശം തുല്യ അളവിൽ എടുക്കാൻ നോക്കാം. അതേപോലെ ചെറിയൊരു തക്കാളി നിങ്ങൾ തന്നെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായംപൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, വേവാൻ പാകത്തിന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 2 വിസിലടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ വിസിലടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടാൽ തന്നെ അറിയാം. ഈ സമയത്ത് സ്റ്റവിൻ്റെ ഫ്ലെയിം ഓണാക്കി തന്നെ വെക്കുക. ഏകദേശം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം പുളി പിഴിഞ്ഞൊഴിക്കാം. ഏകദേശം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ അരച്ചെടുത്ത തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ബാലൻസ് ഉള്ള അരപ്പ് കൂടി ഒന്ന് അല്പം വെള്ളം ചേർത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ സാമ്പാർ നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണവരെ മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ ആവശ്യത്തിന് തിളച്ച് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട താളിപ്പ് റെഡിയാക്കാം. ഇതിനായിട്ടൊരു പാത്രത്തിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. കൂടാതെ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്ത് കൂട്ടാനായാലും ഈ വറവിടുന്ന സമയത്ത് ഒരു പ്രത്യേക സ്മെല്ലാണ്. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയി കഴിഞ്ഞു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സെർവിങ് ഡിഷിലോട്ട് പാർത്താം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന വറുത്തരച്ച സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഊണിനോട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ സാമ്പാർ ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജെ റെസിപ്പിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഞങ്ങൾ ഇനി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.